നീ ഇങ്ങനെ മിണ്ടാണ്ടിരുന്ന എങ്ങനെ ശരിയാവുക? നമുക്ക് ആകെ ഹോസ്റ്റലിൽ നിന്ന് ഒരു 6 മിനിറ്റല്ലേ സംസാരിക്കാൻ തന്നു. സംസാരിക്കണ്ടേ? എന്തേലൊക്കെ പറ. പിന്നെയുണ്ടല്ലോ, ഞാനൊരു കാര്യം പറഞ്ഞ ഒന്നും ധരിക്കരുത്. കഴിഞ്ഞിട്ടില്ല ഇപ്പൊ തന്നെ. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞ തെറ്റിദ്ധരിക്കരുതെന്ന്. ഞങ്ങളെ ഹോസ്റ്റലിൽ രാത്രി പെണ്ണുങ്ങളെ പരിപാടി എന്താണെന്നറിയാ? മൗത്തോളം വായിക്കുന്ന അല്ല, കഞ്ചാവ്. കഞ്ചാവ് കഞ്ചാവാ? നീയും വലിക്കോ? ഞാൻ കൃഷിയുടെ ആളല്ലേട്ടാ. കഞ്ചാവ് കൃഷിയാ? അല്ല, ടെറസിൽ പച്ചക്കറി കൃഷിയില്ലേ അതിന്റെ ആള്. ചേട്ടൻ ടെറസിൽ എന്താ ചെയ്യാ? ഞാനോ? ഞാൻ ടെറസിൽ ഷഡ്ഡി വെക്കാനുള്ളൂ, അല്ലാതെ ഞാൻ എന്ത് കാണിക്കാനാ ടെറസിൽ? പിന്നില്ല ചേട്ടാ, എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ? ബാക്ക് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ബൈക്കില്ലേ, അതിൽ കയറി എനിക്ക് ഈ ലോകം മുഴുവൻ കറങ്ങണം. നിനക്ക് എന്ത് ആഗ്രഹം ഉണ്ടായാലും ഞാൻ സാധിച്ചു തരും മോളെ. എന്നാ ഞാൻ ചേട്ടനൊരു സമ്മാനം തരട്ടെ? എന്ത് സമ്മാനം? എന്താ പിച്ച? അല്ല, ദിസ് ഈസ് ഫോർ യു, മൈ ലിറ്റിൽ ഹാർട്ട്. ഇതാണോ നിന്റെ ഹാർട്ട്? കാലിലിടാൻ ചെരുപ്പ്, ചോറിലൊഴിക്കാൻ പരിപ്പ്, നീയാണ് എന്റെ കുരിപ്പ്. പൂവിലുണ്ട് വിത്ത്, മൂക്കിലുണ്ട് കുത്ത്, നീയാണ് എന്റെ മുത്ത്. മുറ്റത്തുണ്ട് പൂക്കൾ, നിന്നെ കാണുമ്പോൾ വിക്കൽ, നമുക്കും വേണ്ടേ? നീ ഇരുപത്തി ചുമ്മാ, ഞാൻ നിനക്ക് തരാം ഉമ്മ, പിന്നെ നീ ഒരമ്മ. ഫിറ്റ്, ഞാനിപ്പോ ഹിറ്റ്, നമ്മളിപ്പോ സെറ്റ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? വേണമെങ്കിൽ ഇപ്പൊ ചോദിക്കരുതേ, ലിപ്സ്റ്റിക്ക് പോകും. അതല്ല, കല്യാണം കഴിഞ്ഞ എത്ര കുട്ടികൾ വേണം? ചേട്ടൻ ഇപ്പൊ എന്താ ജോലി? ഇപ്പൊ ജോലിയൊന്നുമില്ല. അങ്ങനെ എനിക്കിപ്പോ കുട്ടികളില്ല. എന്താ അങ്ങനെ പറഞ്ഞത്? ചേട്ടൻ ഇപ്പൊ 10,000 രൂപ സാലറി ആണെങ്കിൽ നമുക്ക് ഒരു കുട്ടി, 20,000 നമുക്ക് 2 കുട്ടി, അങ്ങനെ 10,000 കൂടുന്നവരെ നമുക്ക് ഒരുപാട് കുട്ടികൾ. അതാണ് എന്റെ ഫാമിലി പ്ലാൻ. എന്താ അങ്ങനെ ഒരു ഫാമിലി പ്ലാൻ? ചേട്ടൻ്റെ പൈസ കൂടുതലനുസരിച്ച് നമുക്ക് കുട്ടികളും കൂടും. ഓ അങ്ങനെയാണോ? ചേട്ടൻ എന്താ കാണിക്കുന്നേ? ഇതെന്നല്ല എടുത്ത പൂജാ പമ്പർ. ഒന്നാം സമ്മാനം 1 കോടി രൂപ. ആ 1 കോടി രൂപ എങ്ങനെ എനിക്ക് അടിച്ചാലുള്ള അവസ്ഥ നിനക്ക് അറിയാലോ.